ഞാനൊരു സുവിശേഷകനാണ്. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അത് കവലയായിക്കോട്ടെ, ഗ്രാമമായിക്കോട്ടെ, കല്യാണ വേദിയായിക്കൊള്ളട്ടെ, എനിക്ക് ലജ്ജയില്ല. എൻ്റെ യേശു അത്രമാത്രം വിശ്വസ്തനാണ്. യേശുവിനെ പോലെ ആരാധ്യൻ, യേശുവിനെ പകരം വെക്കുവാൻ ആരുമില്ല ഈ ലോകത്തിൽ. ഞാൻ ഇന്ന് പകലിൽ ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ബന്ധുക്ക വീടുകളിലെല്ലാം പോയി സുവിശേഷം പറയാൻ എൻ്റെ ഈ ആയുസ് കൊണ്ട് അത് സാധ്യമായ ഒരു കാര്യമല്ല. എൻ്റെ ആയുസ് 60 70 എത്രയെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയ സമയത്ത് ഞാനത് പറയാതെ വിട്ടാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഈ ഭൂമിയിൽ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ മരണത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടതാണ്? ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണ്. മരണത്തോടുകൂടെ സകല ബന്ധങ്ങളും ഈ ഭൂമിയിൽ അസ്തമിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും അത് അറിയേണ്ടതുപോലെ ഒരു അറിവ് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ പറയാം, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹത്തെ, ലൈഭയുടെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. എൻ്റെ അപ്പന്റെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും. നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങളെല്ലാം ഈ ഭൂമിയിൽ, ഈ സ്നേഹബന്ധങ്ങളെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു വചനം ഞാൻ ഇങ്ങനെ പ്രഘോഷിക്കട്ടെ, മറ്റൊരുത്തരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിനിടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഉലകത്തിൽ പേർ പറയാൻ കൊള്ളാവുന്ന മറ്റൊരു നാമമില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ അറിയാത്ത എൻ്റെ അപ്പന്റെ ഫാമിലിയിൽപ്പെട്ടവരുണ്ട്, എൻ്റെ അമ്മയുടെ ഫാമിലിയിൽപ്പെട്ടവരുണ്ട്, ചിലപ്പോൾ ഫേബയുടെ ഫാമിലിയിൽപ്പെട്ടവരുണ്ട്. നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കപ്പെടട്ടെ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ പര്യവസാനം കുറിക്കുകയാണ്.